ഉടനെ തന്നെ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിത് യൂട്യൂബ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ പ്രെയർ സോങ്ങിന് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ രേവതിയെ ക്ഷണിക്കുകയാണ്. രേവതി പ്ലീസ്. Good morning, teachers. Yes. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു രേവതി മാം. നമ്മുടെ രേവതി നമ്മുടെ ജാമ്യ ട്രെയിനിങ് കോളേജിലെ തന്നെ BEd സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ എക്സാം നടക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വ്ളോഗർ നമ്മുടെ ലിബ്രാൻ ആണ്. ലിബ്രാനും രേവതിക്ക് എക്സാം നടക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, അവരുടെ എക്സാം എല്ലാം എളുപ്പമാകാൻ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിന്ന് വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ആദരണീയായ ഡോക്ടർ ജിബി മാം ആണ്. ജിബി മാമിനാണ് ഏറ്റവും കൂടുതൽ ധനജ മാമിനെ കുറിച്ച് അറിയാവുന്നത് തന്നെ. ജിബി മാമിനെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ക്ഷണിക്കുകയാണ്. മാം പ്ലീസ്. മാം ഓഡിയോ മ്യൂട്ടാ, ഓഡിയോ മ്യൂട്ടാ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ധനുജയുടെ ഒരു ക്ലാസ് കേൾക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. ധനുജയെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം നമുക്കൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അതിലൊന്നാണ് ധനുജയുമായിട്ടുള്ള ഒരു സൗഹൃദം. എൻ്റെ ഒരു കൊച്ചനിയത്തി കുട്ടിയായിട്ട് ഞാൻ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുകയാണോ അതോ എന്നെ ധനുജ കൂടെ കൊണ്ടു നടക്കുകയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ്. ധനുജയെ പറ്റി സമയം അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാണ്, പറഞ്ഞാൽ തീരില്ല. ഇന്ന് ഭാഷയിൽ അപൂർണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാടുള്ളത് കൊണ്ട് എന്തെങ്കിലും വിട്ടുപോകുമോ എന്നുള്ള അർത്ഥശങ്കയൊക്കെ എനിക്കുണ്ട്. ആദ്യം ധനുജ താമസിക്കുന്നത് പൂന്തി റോഡിലാണ്. ഹസ്ബൻഡ് US ഷിപ്പിലാണ്. മകൾ ബഹുമിടുക്കിയാണ്, സെന്റ് മേരീസിൽ പഠിക്കുകയാണ്. ഇനി ധനുജയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒരുപാടുണ്ട്. LLB ഞങ്ങളുടെയൊക്കെ ടീച്ചറാണെന്ന് വേണമെങ്കിൽ പറയാം. ധനുജയുടെ ഒരു ക്വാളിറ്റി അതാണ്, സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. LLB ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി. കേരള യൂണിവേഴ്സിറ്റി ലോ കോളേജിൽ ഇപ്പോഴും ധനുജയുടെ ഫോട്ടോ വെളിയിൽ വെച്ചിട്ടുണ്ട്. ധനുജ അതിനുശേഷം അതിനു മുമ്പ് MBA ഹ്യൂമൻ റിസോഴ്സില് 2010 പാസ് ഔട്ടാണ്. MA ബിസിനസ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള വിമൻസ് കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ആളാണ്. ധനുജ പോകുന്നിടത്തെല്ലാം പടം ഇങ്ങനെ വെക്കാനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിമൻസ് കോളേജിലും പേരൊക്കെ എഴുതിയിട്ട് റാങ്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റിൽ വിമൻസ് കോളേജിലും ധനുജയുടെ പേര് ബോർഡിലുണ്ട്. അവിടെയും കുറെ നാൾ ബോർഡ് വെച്ചിരുന്നാണ് ധനുജ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചതിന്റെ. അതുപോലെ BA എക്കണോമിക്സ്, അതും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റില് ലോ അക്കാഡമിയിൽ തന്നെ കോഴ്സ് പാസ്സായ ആളാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് DFM, അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ അഗ്രികൾച്ചർ, ദെൻ കമ്പ്യൂട്ടറിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡെസ്ക്ടോപ്പ് മാനേജ്മെന്റ് സ്കിൽസിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഇങ്ങനെ ഒരുപാട് ഡിഗ്രികൾ വാരിക്കൂട്ടിയ ആളാണ് ധനുജ. അതുപോലെ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസ് ഒക്കെ UGC പിയർ റിവ്യൂഡ് ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ധനുജയുടെ എക്സ്പീരിയൻസ് കണ്ട് എനിക്ക് തന്നെ അതിശയം തോന്നി. വിവിധ മേഖലകളിലാണ് ധനുജയുടെ തൊഴിൽ മേഖലകൾ. സിസ്പ്രോ സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻ, അവിടെ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് ആയിട്ട് ഏറെക്കാലം വർക്ക് ചെയ്തിരുന്നു. അതുപോലെ മണിമേഖല ഇൻഡസ്ട്രീസ്, സുമംഗലി സ്പൈസസ് ട്രിവാൻഡ്രം, അവിടെ അസിസ്റ്റന്റ് മാനേജറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി, അവിടെ പ്രോജക്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. മറ്റൊന്ന് നാനോ ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അവിടെ കസ്റ്റമർ സപ്പോർട്ടീവ് എക്സിക്യൂട്ടീവ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നല്ലൊരു ഓൺലൈൻ ടീച്ചറാണ്. MBAക്കും ലോയും
മറ്റ് BA എക്കണോമിക്സ് ഒക്കെ ഓൺലൈൻ ട്യൂട്ടറും കൂടെയാണ് ധനുജ. ഇതൊക്കെ ധനുജയുടെ അക്കാഡമിക് ആയിട്ടുള്ള ഏറെ നമ്മളെ എല്ലാം പ്രചോദിപ്പിക്കുന്ന കുറേയേറെ മേഖലകളും ഡിഗ്രികളും ഒക്കെയാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് പറയാനുള്ളത് ധനുജയുടെ കഴിവുകളെ പറ്റിയാണ്. ധനുജയെ ഒരു മേഖലയിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ നമുക്ക് പറ്റില്ല. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് ധനുജയുടെ വീട്ടിൽ പോയത്. അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ഉണ്ട്. ദൈവമേ, അതൊക്കെ ഒരു എക്സിബിഷൻ വെച്ച് വിറ്റാല് ഒരു 50,000 രൂപയ്ക്കൊക്കെ പോകുന്ന പെയിന്റിങ്സ് ആണ് അതെല്ലാം. അത്ര മനോഹരമായിട്ട് പെയിന്റ് ചെയ്ത് ഒരു വോള് നിറച്ചൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട്. ധനുജ തന്നെ പെയിന്റ് ചെയ്ത സംഭവങ്ങള്. അതുപോലെ പാട്ട് അസാധ്യമായി പാടുന്ന ആളാണ്. ഡാൻസ്, ഞാൻ പറഞ്ഞില്ലേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന പോലെ ജാക്ക് ഓഫ് ഓൾ ആർട്സ് ആണ്. ഒരു കലയും ധനുജയുടെ കയ്യിൽ നിന്നും വഴുതി മാറി പോയിട്ടില്ല എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി പറയാണ്. പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചൊല്ലു പോലെ 10 ഗുണം 10 ഗുണം. ധനുജയുടെ ഇതിന്റെയൊക്കെ 10 മടങ്ങാണ് ധനുജയുടെ മോൾ അഭിരാമി. ഈ ചെറുപ്രായത്തിൽ തന്നെ കവിതാ സമാഹാരം പുറത്തിറങ്ങി. അടുത്തത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ മേളകളിലൊക്കെ ധാരാളം സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരിക്കുകയാണ്. അതുപോലെ സെന്റ് മേരീസിന്റെ ഒരു അഭിമാന താരമാണ്. അവിടുത്തെ എന്ത് പരിപാടിയുണ്ട്, കോമ്പയറിങ്ങിനായാലും പാട്ടിനാണേലും പ്രസംഗത്തിനാണേലും ഒക്കെ ആദ്യം വിളിക്കുന്ന പേരാണ് അഭിരാമി. അതിന്റെ ഒരു ചുവട് മറ്റൊന്നുമല്ല, ധനുജയുടെ ഒരു ട്രെയിനിങ്ങും പരിശീലനവും ബാക്കി ധനുജ മോൾഡ് ചെയ്ത ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെയാണ്. എല്ലാവരുടെയും പേരില് സ്നേഹത്തോടുകൂടി ധനുജയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ ഒരു ടോക്കാണ് ധനുജ തരാൻ പോകുന്നത്. അപ്പോ അത് കുറച്ച് ലോയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തിയററ്റിക്കലാണ്. എന്നാലും ധനുജയുടെ കയ്യിൽ അത് ഭദ്രമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ധനുജയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഓക്കെ. അതുപോലെ ഇതിനകത്ത് ഒത്തിരി പ്രഗത്ഭരായ ഒരുപാട് പേര്, ആള് കുറവാണെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നവരൊക്കെ ഏറ്റവും മികച്ചവരാണ്. വിവിധ മേഖലകളിൽ ഒരുപാട് പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അപ്പോ അവരൊക്കെ ഈ ടോക്ക് കേൾക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കൊരു വലിയ ഭാഗ്യമാണ്. എല്ലാവരെയും, ഇതിന്റെ കോർഡിനേറ്റർ ഡോക്ടർ ശ്യാമലയുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവരെയും, എനിക്ക് തോന്നുന്നു ഗീത MS ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ വത്സല ടീച്ചർ, ആചാര്യ സാറ്, മറ്റും ഗീത ടീച്ചർ, അങ്ങനെ ജേക്കബ് മാത്യു സാർ ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. സാറിനെയും എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ധനുജയ്ക്കായിട്ട് വേദി തുറന്നു കൊടുക്കുകയാണ്. വെൽക്കം ഓൾ. താങ്ക് യു വെരി മച്ച് മാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. സാറില്ല, നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ഇപ്പം ഗീത മാമും വത്സല മാമും ഒക്കെ പ്രസിഡൻഷ്യൽ അഡ്രസ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ധനുജ മാഡം ഡിസ്ട്രിക്ട് കോർട്ട് വഞ്ചിയൂർ ട്രിവാൻഡ്രം അവിടെ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിപ്പം GB മാമിനെ കൊണ്ട് ഇത് ചെയ്യിച്ചില്ല എങ്കിൽ ഞാനിത് ചെയ്തിരുന്നുവെങ്കിൽ ഇതിന്റെ പകുതി പോലും എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു ക്യാരക്ടറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അഡ്വക്കേറ്റിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. മാം പ്ലീസ്. താങ്ക് യു മാം. താങ്ക് യു ജിബി ചേച്ചി, ആഷ ചേച്ചി, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, ഷർമിള മാം, ഗീത മാം, എല്ലാവർക്കും താങ്ക് യു. So let me start. ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മംഗ്ലീഷ് രൂപത്തിലായിരിക്കും. മീൻസ് തിയററ്റിക്കൽ ആണല്ലോ ഇത്. കൂടുതലും നമുക്ക് പറയാനുള്ളത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് കൂടുതൽ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ, യെസ്റ്റർഡേ വി സെലിബ്രേറ്റഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ, ആൻഡ് സോ ലെറ്റ് മീ respected people over here, eminent personalities are here, and all dear participants, without any lag I am going to start my topic. We all know that Universal Declaration of Human Rights was a milestone document in the history of human rights. The declaration was proclaimed by United Nations General Assembly in Paris on 10th December 2024. ഈ വർഷത്തെ 2024 തീം എന്ന് പറയുന്നത് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നാണ്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ.
എന്നതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഈ മനുഷ്യാവകാശ ദിനത്തില് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെ മനുഷ്യാവകാശങ്ങൾ പരിഹാരങ്ങളിലേക്കുള്ള ഒരു പാതയാണ്, ഒരു പ്രതിരോധ സംരക്ഷണ പ്രവർത്തന ശക്തി എന്ന നിലയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അപ്പം ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു സോഴ്സ്, ഒരു ഉറവിടം UDHR-ന് ഉണ്ട്. അതായത് നമ്മുടെ മാഗ്ന കാർട്ട 1215 അതാണ് ഫസ്റ്റ് ഡോക്യുമെന്റ്. പിന്നെ ദ ഇംഗ്ലീഷ് ബിൽസ് ഓഫ് റൈറ്റ്സ് 1689-ല്, ദെൻ the French Declaration on the Rights of Man and Citizen 1789. നാലാമത്തത് US Constitution and Bill of Rights 1719. So the preamble, ഇതിലൊരു preamble ഉണ്ട്, of the United Nations Human Declaration Rights tries to reflect on these values. അതായത് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ inherent dignity, faith in fundamental human rights, dignity and worth of the human person, common standard of achievement for all people and all nations, to the end that every individual and every organ of society keeping this declaration constantly in mind. ഈ ഒരു പ്രിയാമ്പിളിൽ തന്നെ നമ്മുടെ ഡിഗ്നിറ്റിക്ക്, നമ്മുടെ നിലനിൽപ്പിന്, എല്ലാത്തിനും ഒരു വാല്യൂ കൊടുത്തിട്ട് ആണ് ഈ ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ വി നോ, നമുക്കറിയാം 30 ആർട്ടിക്കിൾസ് ആണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനിൽ പറയുന്നത്. അതില് 30 ആർട്ടിക്കിൾസ് ഞാൻ തിയറി സൈഡിലോട്ട് കൂടുതൽ ഞാൻ പോകുന്നില്ല. അതായത് ആദ്യത്തെ 1-2 ആർട്ടിക്കിൾ ഞാൻ പറയാം. അതായത് ആർട്ടിക്കിൾ 1 says that all human beings are born free and equal in dignity and rights. Second article അതിൽ പറയുന്നത് everyone is entitled to all the rights and freedoms set forth in this declaration without distinction of any kind. Furthermore, article 4-ലും 5-ലും ഒക്കെ പറയുന്നത് vivid dimensions of human rights നെ കുറിച്ചാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഭരണഘടനയിലും പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് വേറെ വേറെ രീതിയിൽ, വേറെ വേറെ ഡൈമെൻഷൻസിൽ പറഞ്ഞിട്ടുള്ള ഉണ്ട് ഇതില്. So therefore the rights has to be seen with reference to the framework of duties, that is, we are entitled towards our human rights, but we should also respect the human rights of others. So therefore rights and duties have to be seen in a complementary framework. അതായത് എവിടെയാണോ റൈറ്റ്സ് ഉള്ളത് അവിടെ ഡ്യൂട്ടീസും ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിലൊരു ഫേമസ് കോട്ട്, അതായത് സുമൻ സുത്തം എന്ന് പറഞ്ഞിട്ട് ഒരു ജെയിനിസ്റ്റ് ടെക്സ്റ്റ് ഉണ്ട്. അത് 1974-ലെ ഒരു റിലീജിയസ് ടെക്സ്റ്റ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, just as pain is not acceptable to you, it is so with others. Knowing this principle of equality, treat others with respect and compassion. അത് തന്നെയാണ് നമുക്ക് ഇപ്പോ കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ, we should stand on others' shoes also. That mentality ഇപ്പോ ഇല്ലാന്ന് വേണം പറയാന്. ഇപ്പോ എന്താ പറയുന്നത്, മനനം ചെയ്യുന്നവൻ മനുഷ്യൻ, ആ ഒരു ചിന്ത ഇന്ന് എല്ലാവർക്കും ഉണ്ടോന്ന് ചോദിച്ചാല് ഇല്ല. മനുഷ്യാവകാശം മനുഷ്യന് മാത്രമല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഡേയില് നമുക്ക് ചിന്തിക്കാനുള്ളത്. പിന്നെ മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാനവികത എന്നത് മനുഷ്യനാകുക എന്നതാണ്, അല്ലെങ്കിൽ പിന്നെ മനുഷ്യനും മൃഗങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ പോകും. ഇത് നമ്മുടെ സുമൻ സുത്തം എന്ന് പറയുന്ന ഈ ജൈനിസം ടെക്സ്റ്റിലും ഇത് തന്നെയാണ് കൂടുതലും പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ തിയറിറ്റിക്കൽ സൈഡിൽ വരുമ്പോഴത്തേക്കും ലെറ്റ്സ് ടേക്ക് ദം സം എക്സാമ്പിൾസ് ഫോർ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, that is freedom of movement, equality before the law, rights for fair trial and presumption of innocence, freedom of thought, expression, opinion, peaceful assembly, participation in public affairs and elections,
protection of minority rights, etc. So here we see all in our Constitution of India also. ഇവിടെ ഒരു കോട്ട്, അതായത് ജോൺ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഓഫ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ഒരിക്കൽ പറഞ്ഞെന്ന് വെച്ചാൽ, Constitution is a particular document which comes into picture, helps in situations where the government or the representatives of the government cannot be trusted. ഇവിടെ നമുക്ക് അറിയാം, നമ്മുടെ കേസസ് ഫയൽ ചെയ്യുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് കേസസ് ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് കേസസ് നമുക്ക് അറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് കേശവാനന്ദ ഭാരതി കേസസ് ആണ്. പക്ഷേ അതെല്ലാം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വിത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ, കുറെ പേര് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള പ്രഹസനം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കണം. ഇപ്പൊ നമ്മള് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് മറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഫോർ ദ പ്രൊട്ടക്ഷൻ. ബാൽ ഗംഗാധർ തിലക് ഒരിക്കൽ പറഞ്ഞു, സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ്. ദാറ്റ് ഇസ് റിലേറ്റബിൾ ടു ഹ്യൂമൻ റൈറ്റ്സ് ഓൾസോ. മെനി കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് വി ഹാവ് are mentioned or similar to the articles mentioned in Universal Declaration of Human Rights, നമ്മുടെ Indian Constitution, ICCPR, CERD, mainly the fundamental rights and the directive principles of state policy. അങ്ങനെ കുറെ നമുക്ക് ട്രീറ്റീസും കൺവെൻഷൻസ് ഫോർ ദി disabled people, conventions for children, women ഒക്കെ നടന്നിട്ടുണ്ട്. We all know about some important cases for human rights, mainly women's rights. ഷാബാനോ കേസ്, വിശാഖ കേസ്, മേനക ഗാന്ധി കേസ് ഒക്കെ നമുക്ക് I will brief some important one for your knowledge. ഷാബാനോ കേസിൽ എന്ന് വെച്ചാല് മെയിൻ്റനൻസ്, ഹസ്ബൻഡിന്റെ നിന്നും മെയിൻ്റനൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസായിരുന്നു. അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അതിന് വിധി വന്നത്. അത് അണ്ടർ സെക്ഷൻ 125 ഓഫ് ദ CRPC. ഫോർ യുവർ നോളജ്, ഇപ്പോ CRPC എന്ന് പറയുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് എ കേസ് ഫോർ ദ മെയിൻ്റനൻസ് ഫ്രം ഹസ്ബൻഡ്. Then we all know about മുത്തമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ട്. അതെന്ന് വെച്ചാല് നമുക്ക് ഇപ്പോ ഉള്ള ജനറേഷന് ആ കേസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് എ കേസ്, അത് ആ കേസില് ഇന്ത്യൻ ഫോറിൻ സർവീസിലെ റൂൾ 8 ക്ലോസ് 2 ഓഫ് ഇന്ത്യൻ ഫോറിൻ സർവീസ് വാസ് ചാലഞ്ച്ഡ്. അത് 1979 കേസാണ്. Which requires women member of the service to obtain permission of the government in writing before marriage is solemnized, and at any time after the marriage a women member of her service may be required to resign from service due to the fact that she can't discharge her duties effectively. കല്യാണം കഴിഞ്ഞാല് ഡ്യൂട്ടീസ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അന്ന് വരെ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ കയറുന്നവരുടെ 1979 കേസാണിത്. പക്ഷെ ആ കേസ് വിധി വന്നപ്പോഴത്തേക്കും the court said that it is unconstitutional and a violation of fundamental rights എന്ന് പറഞ്ഞ് ആ കേസ് ശരിവെച്ചു. Then വിശാഖ കേസ് 1997 കേസാണ്. അത് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് എംപ്ലോയീസ് at a workplace. This relates to Article 19(1)(g) of the Indian Constitution. Then we have State of Maharashtra versus Pradeep Yashwant Kokade. ഈ കേസ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട്, അതായത് ഈ കഴിഞ്ഞ ഡിസംബർ 9 നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ തൊട്ട് തലേ ദിവസം ജഡ്ജ്മെന്റ് ആയ ഒരു കേസാണ്. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് പ്രദീപ് യശ്വന്ത് കൊക്കാഡെ. ഇതൊരു റേപ്പ് കേസാണ്. 2007 ഈ പ്രദീപും അദ്ദേഹത്തിന്റെ ഫ്രണ്ടും ഒരു വർക്കിംഗ് വിമനെ റേപ്പ് ചെയ്ത കേസ്. അത് ഹി വാസ് സെന്റൻസ്ഡ് ടു ഡെത്ത് ഇൻ 2012. സുപ്രീം കോർട്ട് അതിനെ കൺഫേം ചെയ്തു.
2015 കൺഫേം ചെയ്തു ആ ഓർഡർ നടപ്പിലാക്കാൻ വേണ്ടി, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മേഴ്സി പെറ്റീഷൻസും ഒക്കെ പോകുമല്ലോ. അപ്പം അങ്ങനെ പോയി ഈ പറയുന്നത് പോലെ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഡിനൈ ചെയ്യപ്പെടുന്ന ഒരു രീതിയിലാണ്, വിക്ടിമിന് അവിടെ ജസ്റ്റിസ് ഡിനൈ ചെയ്യപ്പെടുന്ന രീതിയിലാണ് മേഴ്സി പെറ്റീഷൻസിനെ പരിഗണിച്ചുകൊണ്ടിരുന്നതും. പിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ഈ അക്യൂസ്ഡിനായാലും വിക്ടിമിനായാലും ഒരു മെന്റൽ ആഗണി ഉണ്ടാവാനുള്ള അത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഡിസംബർ 9 ഒരു വിധി, ഒരു സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞെന്ന് വെച്ചാൽ there should be a need for a balance between rights of the convict and the interest of the justice while addressing systemic delays in execution. അങ്ങനെ കുറെ കേസസ് ഉണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ കേസസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പൊരുതിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഭാരതത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. വേൾഡ് ലെവലിലായാലും ഒരുപാട് കേസസ് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. Then we have a conventions for the elimination of racial discrimination and rights of persons with disabilities. ഡിസബിലിറ്റീസ് ഉള്ള പേഴ്സൺസിന് ഉള്ള റൈറ്റ്സും ഒക്കെ നമുക്ക് കൺവെൻഷൻസും ട്രീറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. ഇനി നാഷണൽ ലെവലില് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, we have a look at the എന്താണ് national domestic framework where we will have a national human rights commission ഉണ്ട് നമുക്ക്. Then an important quote ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോഫി അന്നാന്റെ, our former Secretary General of United Nations, and a very important point that he puts forward. We all know that we have promised to achieve. What is needed now is not more declarations and promises, but actions to fulfill the promises already made. അതായത് ഇംപ്ലിമെന്റേഷൻ ആണ് ഇപ്പോ നടപ്പിലാകാതെ ഇരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ട്രീറ്റീസ് ഉണ്ട്, എന്താണ് കൺവെൻഷൻസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതെല്ലാം just in paper, they all are in paper and not implemented. That is the real problem we are experiencing in the modern scenario. Everything in paper doesn't make sense. It should be brought into action. It should be implemented. Justice delayed is justice denied എന്ന് പറഞ്ഞതുപോലെ unfortunately we have human rights violations every day, everywhere, even though after these we are having these type of treaties and everything. So ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് അഡ്വക്കസി വേണം, എഡ്യൂക്കേഷൻ അവയർനെസ് വേണം, കൊളാബറേഷൻ, അതായത് വർക്ക് ടുഗദർ ആൻഡ് ബ്രിങ് ദ ഫ്രൂട്ട്ഫുൾ after effects of these treaties and conventions. അത് ഇപ്പോ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. Then today at the global level there are a large amount of challenges for human rights. എന്താണ് ടോർച്ചറും പിന്നെ ക്രൂവൽ ട്രീറ്റ്മെന്റ്, violations like arbitrary detention and degrading treatment, undermining human dignity and are strictly prohibited. ഇപ്പൊ ഈ പറയുന്ന ടോർച്ചറും ക്രൂവൽ ട്രീറ്റ്മെന്റും ഡിസ്ക്രിമിനേഷൻ, prejudice, violence and conflict during peace time, വാർ ടൈമിൽ മാത്രമല്ല പീസ് ടൈമിലും ഉള്ള വയലൻസും കോൺഫ്ലിക്റ്റും ഒക്കെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. സോ ദെൻ ടുഡേ അറ്റ് ദ ഈ ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ എന്താണ് റിച്ച് ആൻഡ് ദ പുവർ, developed and the developing things, poverty and global inequalities, ഇതെല്ലാം തന്നെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. The HR the ഈ കൗൺസിൽ, അതായത് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെന്റ്സ് should take a back seat when majority of the world still suffers from poverty and global inequalities, discrimination,
of the various kinds, race, color, etc. ഒരിക്കൽ കൗടില്യ എക്കണോമിക്സിനെ വിശദീകരിച്ചത്. ഇപ്പൊ എക്കണോമിക്സിന് നമ്മൾ പഠിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് വേറെയാണ്. ആസ് ആൻ എക്കണോമിക്സ് ഗ്രാജുവേറ്റ് കൗടില്യ മുമ്പ് പറഞ്ഞിരുന്നത് എക്കണോമിക്സ് ഷുഡ് ബി ഡിഫൈൻഡ് ആസ് എ സയൻസ് ഓഫ് സ്കാർസിറ്റി എന്നാണ്. ആ സ്കാർസിറ്റി, വൈ സ്കാർസിറ്റി, അത് ഒരു ആ ഡെഫിനിഷൻ ഇസ് എ മീനിങ് ആൻഡ് തോട്ട്ഫുൾ വൺ. വൈ സ്കാർസിറ്റി, ആ ക്ഷാമം വരാൻ കാരണം അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദീസ് എന്താണ് ഇനിക്വാളിറ്റീസ് ആണ്. because of wide gap in economy and that the human rights are not promoted and protected. അതുകൊണ്ടാണ് ഈ ഒരു ഇനിക്വാളിറ്റി വരാൻ കാരണം. ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഡ്യൂലി ബ്ലെൻഡഡ്. അപ്പം റൈറ്റ്സ് എവിടെയുണ്ടോ അവിടെ ഡ്യൂട്ടീസും ഉടലെടുക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. We should raise awareness about HR issues, human rights issues, and advocate for policy changes and empower individuals with knowledge about their rights and collaboration. Work together with governments, organizations, and individuals to address human rights violation and create a more just society ഉണ്ടാക്കി എടുക്കണം. പിന്നെ ഇതിൽ തിയറിറ്റിക്കൽ സൈഡ് പറയുവാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾസ്, ഇതിൽ ഒരുപാട് ആർട്ടിക്കിൾസ്, 30 ആർട്ടിക്കിൾസ്, നിയർലി 30 ആർട്ടിക്കിൾസ് ഉണ്ട്. അതില് മെയിൻ ആയിട്ട് ഒരു ജിസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകാം. അതായത് ഫസ്റ്റ് ടു ഫിഫ്ത്ത് ആർട്ടിക്കിൾ ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നത് ജീവിക്കാനുള്ള അവകാശം, അടിമത്ത നിരോധനം തുടങ്ങിയ വ്യക്തിഗത അവകാശങ്ങളെ കുറിച്ചാണ് ടിൽ 5 പറയുന്നത്. 6 to 11 പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചും അവയുടെ ലംഘനത്തിന്റെ പ്രതിവിധികളും കുറിച്ചാണ് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 12 to 17 ഓരോ സംസ്ഥാനത്തിനകത്തും സഞ്ചരിക്കാനും താമസിക്കാനുമുള്ള സ്വാതന്ത്ര്യം, സ്വത്തിന്റെ അവകാശം, പ്രോപ്പർട്ടി, ദേശീയതയ്ക്കുള്ള അവകാശം എന്നിവയുൾപ്പെടുന്ന സമൂഹത്തോടുള്ള വ്യക്തിയുടെ അവകാശങ്ങളെ പ്രതിപാദിക്കുന്നതാണ് ടിൽ 12 to 17 പറയുന്നത്. 18 to 21 പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം, ചിന്ത, അഭിപ്രായം, ആവിഷ്കാരം, മതം, സമാധാനപരമായ സഹവാസം, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. Then 22 to 27 പറയുന്നത് ആരോഗ്യ സംരക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ DPSP, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി 28 to 30 പറയുന്നത് ഈ അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിനുള്ള പൊതുമാർഗങ്ങൾ, വ്യക്തിയുടെ അവകാശങ്ങൾ പ്രയോഗിക്കാൻ കഴിയാത്ത മേഖലകളിൽ ഇത് സ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ 30 ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഈ UDHR പറയുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ICCPR ഉണ്ട്. ICCPR എന്ന് പറയുമ്പോഴത്തേക്കും 1966 ഇന്റർനാഷണൽ കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1966, അതിലും കുറെ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുണ്ട്. അതുപോലെ ICESCR, അതിൽ അന്ന് വെച്ചാല് ഇന്റർനാഷണൽ കോവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് 1966. അതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു 9 ആർട്ടിക്കിൾ എന്ന് പറയുന്ന റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു ജസ്റ്റ് ആൻഡ് ഫേവറബിൾ കണ്ടീഷൻസ് ഓഫ് വർക്ക്, റൈറ്റ് ടു ഫോം ആൻഡ് ജോയിൻ ട്രേഡ് യൂണിയൻസ്, social security, motherhood, childhood rights, marriage rights, family rights, mental health, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഫുഡ്, അടിസ്ഥാനപരമായിട്ടുള്ള adequate food, clothing, housing, standard of living, etc., right to education, then science and culture, rights relating to science and culture. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡേയില് യുണൈറ്റഡ് നേഷൻസിന്റെ ഈ 3 ICCPR, UDHR, then ICESCR, ഇത്രയും കൺവെൻഷൻസിലും പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലും പ്രതിപാദിച്ചിരിക്കുന്നത്. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ കേസസ് ആണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. സോ ഇതിന്റെ ഒരു പരിഹാരം, അതായത്
നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷന്റെ പരിഹാരം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും അവയർനെസ് കൊടുക്കുക. ഇപ്പോഴും പല സൊസൈറ്റിയിലെ ഈവൻ ഇല്ലിറ്ററേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ചില നിയമങ്ങളെ കുറിച്ച്, ഹ്യൂമൻ റൈറ്റ്സിന്റെ മനുഷ്യാവകാശ നിയമങ്ങളെ കുറിച്ച് അവര് ബോധവാന്മാരല്ല. ഈവൻ ഞങ്ങള് ഇപ്പോ എന്റെ കൂടെ LLBക്ക് പഠിച്ച കുട്ടികള് ആയാലും ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ജിബി ചേച്ചിയും ആശ ചേച്ചിയും ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ ഈ LLBക്ക് കയറുന്നതിന് മുന്നേ ഇന്ന നിയമങ്ങൾ നമുക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ we have to make aware, educate the people through the help of governments and other organizations. And നേരത്തെ പറഞ്ഞതുപോലെ കോഫി അന്നാൻ പറഞ്ഞതുപോലെ I want to say that so to say that once again that we all know what the problems are. നമ്മുടെ problems എന്താണെന്ന് നമുക്കറിയാം. We all know what we have promoted to achieve. But what is needed now is not more deliberations or promises or declarations, but action to fulfill the promises already made. നമുക്ക് ഉള്ള കാര്യങ്ങള് we have to make it in practice എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ചെറിയൊരു കഥ, അതായത് ഡാവിൻസി, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പം അറിയാമായിരിക്കും. ഡാവിൻസി, ലിയനാർഡോ ഡാവിൻസി നല്ലൊരു ചിത്രകാരനായിരുന്നു. അപ്പോ അദ്ദേഹത്തിനോട് ആ സമയത്ത് ഒരു ഭരണാധികാരി ഒരു ലാസ്റ്റ് സപ്പറിന്റെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷനും കൂടെ പറഞ്ഞിരുന്നു, ആ വരയ്ക്കുമ്പോ ആ യേശുവിന്റെ മുഖത്ത്, ക്രിസ്തുവിന്റെ മുഖത്ത് ഒരു നിഷ്കളങ്കത, ഒരു കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കത, ആ നിഷ്കളങ്ക ഭാവം ഉണ്ടായിരിക്കണം എന്ന് ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹമാണെങ്കില് ഈ ഒരു ചിന്തയോടുകൂടി പലയിടത്തും ഒരു ഇന്നസെന്റ് ഫേസിന് വേണ്ടി തപ്പി നടക്കുമായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഒരു 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഫേസ് കിട്ടി. അമ്മയുടെ പെർമിഷനോടുകൂടി ആ കുട്ടിയെ അദ്ദേഹത്തിന്റെ ഗോഡൌണിൽ കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി ഈ ഒരു ചിത്രം, ലാസ്റ്റ് സപ്പറിന്റെ ചിത്രം വരയ്ക്കുകയായിരുന്നു. അത് വരച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഭരണാധികാരി വീണ്ടും അദ്ദേഹത്തിനോട് യൂദാസിന്റെ ചിത്രം വരയ്ക്കാന് പറയുന്നു. അപ്പം ഇദ്ദേഹം ഇങ്ങനെ തേടി അലഞ്ഞ് 10 വർഷത്തോളം അലഞ്ഞു പോലും, അതായത് അങ്ങനെ ഒരു ഫേസ്, യൂദാസിന്റെ ഫേസ് കിട്ടാതെ അലഞ്ഞു. അങ്ങനെ അദ്ദേഹം അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും ഒരു 2 പോലീസുകാര് ഒരു അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുക. അപ്പം അദ്ദേഹം ആണെങ്കില് ആ പോലീസുകാരുടെ പെർമിഷനോടുകൂടി എനിക്കിങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് ഗോഡൌണിൽ കൂട്ടിക്കൊണ്ടുപോയി വരച്ചപ്പോഴത്തേക്കും വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ അക്യൂസ്ഡ്, ആ പേഴ്സൺ പറയുവാണ് ഡാവിൻസിയോട്, വീണ്ടും കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, അങ്ങനെ പറയാൻ കാരണം ഇതിനു മുന്നേ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ, എനിക്ക് 7 വയസ്സായിരുന്നപ്പോൾ എന്റെ നിഷ്കളങ്കതയെ ചിത്രത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് ഇതുപോലെ ഈ ഗോഡൌണിൽ തന്നെ എന്നെ വിളിച്ചിരുത്തി ചിത്രം വരച്ചതായിരുന്നു. ഇപ്പോ ഞാന് ഈ ഒരു യൂദാസിന്റെ ചിത്രത്തിനും ഞാൻ ഇരിക്കുന്നു. അപ്പം ഇതിൽ നിന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സമൂഹത്തിലെ ഓരോ മാറ്റങ്ങൾ അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കാരണം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണവും ഇതുപോലെ ആകുന്ന പല വ്യക്തികളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ഇത്രയും നാളും യുണൈറ്റഡ് നേഷൻസും ആഗോളപരമായിട്ടും നാഷണൽ പരമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലിമെന്റേഷൻസ്, ഡിക്ലറേഷൻസ് ഒക്കെ ഉണ്ട്, പ്രോമിസസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ പ്രാക്ടീസ്. അത് എഫക്റ്റീവ് പ്രാക്ടീസിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എവറിത്തിങ് ഷുഡ് ബി implemented in an effective manner, and that is the way we can protect and promote our human rights. On this day, ഇന്നലെയാണ് December 10th. So our rights, our future right now എന്ന് പറയുന്നത് തന്നെ our rights should be protected. Then only our future is can be protected എന്ന് പറഞ്ഞുകൊണ്ട്, സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് ടോക്ക്. എല്ലാവർക്കും കുറെ സമയം ഞാൻ എടുത്തു എന്ന് തോന്നുന്നു, സോറി. തിയറി സൈഡ് ഓൾമോസ്റ്റ് ഞാൻ എത്തിച്ചിട്ടുണ്ട്. So hope you all enjoyed and grabbed the gist of human rights, the topic. And once again, I thank you all the eminent personalities over here. പിന്നെ ജിബി ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ അത്ര വലിയ ആളൊന്നുമല്ല. ജസ്റ്റ് she is very humble and down to earth. She likes to appreciate people. That's her quality. And she is my moral support. എന്ത് വേണമെങ്കിലും പറയാം, അത് ചേച്ചിന്നോ ഒരു വേറൊരു അമ്മയെന്നോ ഒക്കെ പറയാം. സോ ആശ ചേച്ചി, ഇവരൊക്കെയാണ് ഇപ്പൊ എന്റെ ഒരു മോറൽ സപ്പോർട്ട്. സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ആൻഡ് once again thank all the respected persons over here. Thank you. Thank you very much. നമുക്ക് ഒരുപാട് കാര്യങ്ങള് എന്താണ് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് പറയാൻ കഴിയും, പക്ഷെ അതൊരു പ്രത്യേക ലെവലിലായിരുന്നു അല്ലേ? ഇല്ലേ, അതൊരു ലീഗൽ സൈഡും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഒരുപാട് കുറെ റൈറ്റ്സും കാര്യങ്ങളും അമെന്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക രീതിയിൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു മാം. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇവരെല്ലാരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എമിനന്റ് പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അവരൊക്കെ പറഞ്ഞോട്ടെ. ഒരു ഫീഡ്ബാക്ക് അത്യാവശ്യമാണ് മാം. പ്ലീസ് എല്ലാവരും ഒന്ന് പങ്കെടുക്കുക. തനുജ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എനിക്ക് തോന്നിയതാണ്, തനുജ ഇപ്പോഴാണ് LLB പാസ്സായത്, അത് നേരത്തെ പാസ്സായോ? ഇല്ല, ഇപ്പൊ പാസ്സായതാണ്. ജിബിയുടെ കൂടെ പഠിച്ചു? അതെ. ഓ ശരി. ഞാൻ അപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. പ്രാക്ടീസ് ഞങ്ങള് ഇന്റേൺഷിപ്പ് സമയത്തെ ആ ഒരു ഡ്രാഫ്റ്റിങ്ങും സാറിന്റെ കൂടെ തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ എൻറോൾ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ പ്രാക്ടീസിലാണ്. ഒരു ഓൾമോസ്റ്റ് ലൈക്ക് 6 months ഞങ്ങള് ഈ ഫീൽഡിൽ ഇറങ്ങി. ഇപ്പൊ കുറച്ചുകൂടെ പിന്നെ വേറൊരു സംശയം തോന്നുന്നത്, പല ജോലികൾ ചെയ്തു എന്ന് ജിബി പറഞ്ഞല്ലോ. അപ്പൊ അതിനേക്കാളും ഇപ്പോഴെന്ത് ഫീൽ ചെയ്യുന്നു വക്കീലായി പ്രാക്ടീസ്? അതെ, ആക്ച്വലി മാം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ എക്സ്പീരിയൻസസും ബിഫോർ മാരേജും എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയായിരുന്നു. പിന്നെ ഒരു കരിയർ ബ്രേക്ക് തന്നെ എനിക്കുണ്ടായി. ബിക്കോസ് അഭിരാമി എന്റെ മോള്, ഷി വാസ് എ പ്രിമേച്വർ ഗേൾ. സോ ഐ ഹാവ് ടു ലീവ്, റിസൈൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് ലാസ്റ്റ് ജോലി ചെയ്തിരുന്നത് ശ്രീചിത്രയിലായിരുന്നു. അവിടെ എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. മോളുടെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെയായിരുന്നു. ടിൽ 8 years ഐ വാസ് ലൈക്ക് എന്താ അവളെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഒരു 9 long years ഐ ഹാഡ് എ കരിയർ ബ്രേക്ക്. അതുകൊണ്ടാണ് പല ജോലികളിലും എനിക്ക് ഇത് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഓൺലൈൻ ട്യൂഷൻസ് ഇപ്പോഴും എടുക്കുന്നുണ്ട്. അതാണ് ഇതിലെ മേജർ തിങ്. സോ ആഫ്റ്റർ ദാറ്റ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഒരു LLB എടുക്കണമെന്ന്, അതൊരു പാഷൻ ആയിരുന്നു, LLB എടുക്കണമെന്ന് തീരുമാനിച്ചതും അതിനുശേഷം അതിനുവേണ്ടി വർക്ക് ചെയ്തതും ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതും. ഓക്കെ. അല്ല, ഞാനിപ്പോ ഇന്നലെയാണ് ഇത് സെന്റ് തോമസ് കോളേജില് ഇതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ഡേ അവര് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്തോ ഒരു റോള് ആദ്യം ഇതുപോലെ സ്വാഗതം എന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞവൻ പറഞ്ഞു അതെല്ലാം വാലണ്ടറി അഡ്രസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഒന്ന് പഠിച്ചാലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ധനുജ പറഞ്ഞതുപോലെ കുറച്ച് നെറ്റിലൊക്കെ എടുത്ത് നോക്കിയ കാര്യങ്ങളൊക്കെ. അപ്പോഴൊക്കെയാണ് എനിക്ക് ഇതുപോലെ ഈ പിന്നെ എത്രയോ ആളുകള് അല്ലെങ്കിൽ പഴയ കാലത്തെ ജനങ്ങൾ അവരുടെ സമ്മർദ്ദം അവരെത്രമാത്രം ശ്രമിച്ചിട്ടാണ് നമുക്കിങ്ങനെ ഈ ഒരു നിലയിൽ എത്തിയെന്നുള്ളത്. ആ ഒരു വിപ്ലവങ്ങളെല്ലാം തന്നെ ബോൾഷെവിക് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന ഒക്കെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ്
നമുക്കിതിപ്പം അനുഭവിക്കാൻ കഴിയും, ഇത്രയും ഒരു റൈറ്റ്സ് നമ്മൾ അനുഭവിക്കുന്നെന്ന് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് അതൊക്കെ കുറച്ച് കൂടുതൽ മനസ്സിലായതെന്നുള്ള. അപ്പൊ അതൊക്കെ ഇപ്പം തനുജ പറഞ്ഞപ്പോ കുറച്ചുകൂടെ അതിന്റെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലായി എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ അവിടെ സെന്റ് തോമസിലെ ചീഫ് ഗസ്റ്റ്, അദ്ദേഹം അവിടുത്തെ ഒരു ട്രഷററോ മറ്റോ ആണ്, അദ്ദേഹം പറഞ്ഞ ഒരു കഥ പോലെ ഒരു കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ബഗർ അദ്ദേഹം ഇംഗ്ലീഷായിരുന്നു പ്രസംഗം. അപ്പം ബഗർ വരുമ്പോഴ് അദ്ദേഹം കൺസിഡറബിളി ഒരു നല്ല എമൗണ്ട് കൊടുക്കുമായിരുന്നു. ഒരു പക്ഷേ 5 രൂപയാണോ 10 രൂപയാണോ അല്ലെ 50 രൂപയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ ഒരു എമൗണ്ട് ആണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതില്. ഈ അപ്പം ഡിഗ്നിറ്റി ആണല്ലോ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ഒരു ഡെഫിനിഷൻ, അതാണ് ഡിഗ്നിറ്റി ആണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ഒരു ഡിഗ്നിറ്റി ആണ്. അപ്പം അവിടെ ആരാണ് അത് ലംഘിച്ചത്, ഞാനാണോ അതോ ആ ബഗറാണോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അപ്പൊ അത് ഇതിനകത്ത് വരുന്നതാണോ എന്ന് എനിക്ക് അപ്പോഴും തൊട്ട് ഒരു സംശയം തോന്നുകയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ധർമ്മക്കാരൻ വരുന്നു, അയാൾക്ക് പൈസ കൊടുക്കുന്നു, അയാൾ കൂടെ വരുന്നു, ഒരു പ്രാവശ്യം അല്ല അയാൾ വരുന്നത്. അദ്ദേഹം പറയുന്ന കൂടെ വരുന്നു, വരുമ്പോഴൊക്കെ അയാൾ ഇദ്ദേഹം ഒരു സന്തോഷത്തോടുകൂടി പൈസ കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അവിടെ അതൊരു സംശയം പോലെ അദ്ദേഹം പറയുന്നു, ഞാനാണോ അത് തെറ്റിച്ചത്, അല്ലെ ആ ഹ്യൂമൻ റൈറ്റ്സിന്റെ അത് തെറ്റിച്ചത് ഞാനാണോ അതോ ആ ധർമ്മക്കാരനാണോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് ഇതിന്റെ പരിധിയിൽ വരുന്നതാണോ എന്നുള്ളത് എനിക്ക് വേറൊരു സംശയം. ഇപ്പൊ നമുക്ക് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് തന്നെ സ്റ്റാൻഡപ്പ് അഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ എവിടെയെങ്കിലും, ഇപ്പൊ സ്ത്രീയും പുരുഷനും, നീ അടങ്ങിയിരി, ഭർത്താവ് ഭാര്യയോട് പറയാണ് നീ മിണ്ടരുത്, നീ എന്റെ ഭാര്യയാണ്, നീ സ്ത്രീയാണ്, മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ഉണ്ട്, ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഭർത്താവ് പറയുന്നത് കൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. പക്ഷെ ഇന്നത്തെ ഡിവോഴ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഇങ്ങനെ വരുന്ന സംഭവങ്ങളാണ്. ആ പെൺകുട്ടിയുടെ റൈറ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ അവര് അതിനെ എതിർത്ത് സംസാരിക്കുന്നു, അപ്പോഴവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നീ കാണുന്നത്. അപ്പം കോഫി അന്നൻ പറഞ്ഞ കാര്യമാണ് അതിനകത്ത് ശരിയെന്ന് പറയുന്നത്. ഒരുപാട് റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു അതെങ്ങനെ. ഇന്നലെ തന്നെ സത്യം പറഞ്ഞ ഇന്നത്തെ ചർച്ച ഏഷ്യാനെറ്റിൽ അതായിരുന്നു. മെയിൻ റോഡ് അടച്ചുകൊണ്ട് പിന്നെ ഇവിടെ ഏരിയ സമ്മേളനം നടത്തുന്നു. മെയിൻ റോഡ് മീൻസ് ജനറൽ ഹോസ്പിറ്റലിന്റെ ഒരു സൈഡ് മൊത്തത്തിൽ. സത്യത്തിൽ ഞാൻ അത് കണ്ട് അതിശയിച്ചു പോയി. ടി വിക്കകത്ത് ഇങ്ങനെ അത് അടച്ചു വെച്ചിരിക്കുന്ന കണ്ട് അതിശയിച്ചു പോയി. ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ, അയാൾ അഡ്വക്കേറ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പരാതി കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ആ വ്യക്തി പറയുന്നു, ഞാൻ ഈ പരാതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഞാൻ എന്തിനാണ് ഒരു വ്യക്തിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ വ്യക്തിയെ ഞാൻ അത്ര ആദരിക്കുകയാണെന്നുള്ളത്. എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, സത്യമായിട്ട് ഞാനായാലും കൊടുക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഇറങ്ങി കൊടുക്കാനോ അതിനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ അത്ര ഒരു ലേഡി എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒരു പൊതുപ്രവർത്തകയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു എനിക്ക്. പക്ഷെ അയാൾ അങ്ങനെയുള്ള മനുഷ്യനൊന്നും അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. അയാൾ അഡ്വക്കേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അയാൾ സംസാരിക്കുന്ന പോലും ഒരു വ്യക്തതയില്ല. അത് ടി വിക്കാരുടെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയുമല്ല. നമ്മൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അല്ലേ ആ ചർച്ച വീണ്ടും കേൾക്കുമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലോ കാണും, വേണമെങ്കിൽ കേൾക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, എന്തിനാ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇത് ചോദിക്കുന്നില്ല എങ്കിൽ. സത്യമല്ലേ, മെയിൻ റോഡ് അടച്ചു പിടിച്ചുകൊണ്ട് പിന്നെ ഇവിടെ ഒരു സമ്മേളനം നടത്താനായിട്ട് ആരനുവാദം കൊടുത്തു? കോടതി എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇന്നത്തെ പത്രത്തിൽ കോടതിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ പിന്നെ നമ്മുടെ പിന്നെ MLA ഇവിടുത്തെ എന്തോ അദ്ദേഹത്തിന്റെ പേര്, പിന്നെ പഴയ മേയറാണ്, അദ്ദേഹം പറയുന്നു ഇവിടെ സ്ഥലമില്ല എന്ന്. അതിനുള്ള റീസൺ പറയുന്നതാണ്, ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇത്ര ഏരിയ സമ്മേളനമൊക്കെ നടത്താനായിട്ട് സ്ഥലം. അപ്പോഴേ അവതാരകൻ ചോദിക്കുന്നുണ്ട്, മാനവീയ റോഡ് തുറന്നു കിടക്കുകയാണ്, മാനവീയ റോഡ് ഇതിനു വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അത് പോരായിരിക്കും അവരുടെ ആൾ. എന്നാലും ഇത്ര ഒക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെയൊക്കെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആർക്ക് സഹിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എത്രമാത്രം നമ്മുടെ റൈറ്റിനെ അത് ആ അനീതി കാണിച്ചുകൊണ്ടാണ് ഇവര് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ ദിവസത്തെ കാര്യങ്ങൾ എടുത്താലും ഇത് തന്നെയാണ് നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഓരോ വ്യക്തിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നതാണ് ഇവിടെ വരേണ്ടത്. അതിന് നമ്മൾ എന്തറിയണം, ഇതുപോലുള്ള ഈ റൂള് നമ്മൾ അറിയണം. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അവിടെയാണ് ഒരു അവയർനെസ്. ഇന്നലെ ആ സെന്റ് തോമസ് കോളേജില് അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പം അവിടെ കിട്ടിയതും ഒരു അവയർനെസ് ആണ്. അവിടുത്തെ കുട്ടികൾക്കെല്ലാം കിട്ടിയ ഒരു അവയർനെസ് ആണ്.
അപ്പൊ ഞാൻ ഈ നെറ്റ് നോക്കിയപ്പോ തന്നെ എനിക്കൊരു 5 hours എന്നും പറഞ്ഞ് കിട്ടിയത്. ഇന്നലെ എന്നോട് എന്റെ കൂടെ തിരിച്ചു വന്നത് അവിടുത്തെ തന്നെ അധ്യാപികയായ ഡോക്ടർ ബിന്ദു ആണ്. ബിന്ദു ടീച്ചർ ആ പറഞ്ഞത് കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ആ 5 വാക്കുകൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. 5 hours എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ R ആണ്. ഫസ്റ്റ് വൺ ഈസ് റെക്കഗ്നൈസ് ചെയ്യുക. എന്തൊക്കെയാണ് നിയമങ്ങള്, നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് നമ്മുടെ റൈറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യണം. ഞങ്ങളുടെ കുട്ടികൾക്ക് ആ വാക്ക് വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന ഒരു വാക്കാണ്. ഞങ്ങളുടെ B.Ed കുട്ടികൾക്ക് അവര് നോളജ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർക്ക് റിക്കോൾ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നാണ്. അപ്പൊ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത വാക്ക് റിഫ്രെയിൻ എന്നാണ്. REFRAIN, റിഫ്രെയിൻ. റിഫ്രെയിൻ കഴിഞ്ഞാൽ തടയുക എന്നാണ്. നമുക്ക് വിവരം ഉണ്ടെങ്കിൽ നമുക്ക് തടയാം. ആ സ്റ്റേജ് കെട്ടാൻ പോകുമ്പോൾ 10 പേരെങ്കിലും പറയണം തടയണം, അങ്ങനെ സ്റ്റേജ് കെട്ടരുത്. അത് ശരിയായ ഒരു കാര്യമല്ല. ജനങ്ങളെ തടയുന്നത് ശരിയല്ല. ഹോസ്പിറ്റലിൽ പോകുന്നവര്, ജനറൽ ഹോസ്പിറ്റൽ റോഡാണ്, പിന്നെ സ്കൂളുണ്ട്, ഓൾ ഏഞ്ചൽ സ്കൂളുണ്ട്, അങ്ങനെ തടയണം എന്ന് അവരോട് പറയണം. അപ്പൊ നമുക്ക് രണ്ടാമത് ചെയ്യാവുന്ന റിഫ്രെയിൻ ആണ്, തടയുക. മൂന്നാമത് റിയാക്ട് ചെയ്യുക. തടഞ്ഞിട്ടും ശരിയായില്ലെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. എതിര് പറഞ്ഞ് നമുക്ക് അതിന്റെ നമ്മുടെ റിയാക്ഷൻ അതാണ് അദ്ദേഹം കോടതി കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞത്. റിയാക്ട് ചെയ്യുന്നതാണ്. റിയാക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാം. നമുക്ക് തന്നെ ഇപ്പൊ നമ്മുടെ എല്ലാം മൊബൈലൊക്കെ ഇരിക്കുമല്ലേ, എന്തൊരു കാര്യവും നമുക്ക് അത് റെക്കോർഡ് ചെയ്യാനുള്ളത് അതിന് തെളിവായിട്ട് ചെല്ലാം. അതേപോലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പത്രക്കാരൊക്കെ ചെയ്യും, നമ്മുടെ TV കാണിക്കുന്ന എല്ലാം അത്തരം റിപ്പോർട്ടുകളാണ്. എത്രമാത്രം ജനങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, ഇതുപോലുള്ള ഈ മനുഷ്യ അവകാശ ധ്വംസനങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ദിവസേന കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ പിന്നെ ADM മരിച്ചതിന്റെ കാര്യമായാലും അത് തന്നെ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉള്ള പരാതി അത് തന്നെയാണ്. അങ്ങനെ ഏതൊരു സന്ദർഭം എടുത്താലും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലായാലും ശരി. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പറയാം നീ മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ജനശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ജനശ്രീയുടെ മീറ്റിങ്ങിന് ആരും ഭാരവാഹികളാകാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതങ്ങ് നിർത്താന്ന് വിചാരിച്ചു. ഞങ്ങൾ ലേഡീസ് എല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ച് നിർത്താന്ന്. അപ്പം എല്ലാവരും ആണുങ്ങളും എല്ലാവരും പുരുഷന്മാരും എല്ലാം കൂടിയപ്പോ അവര് പിന്നെ എന്നാ നടത്താമെന്നായപ്പോ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണല്ലോ നടത്തണ്ടെന്ന്. അപ്പൊ എനിക്കേ ഉള്ളു പിന്നെ ഒരു വോയിസ് അവിടെ പറയാൻ, ബാക്കിയുള്ളവരൊക്കെ ജോലി ഇല്ലാത്തവരും ഒക്കെയാണ്. അപ്പൊ അവരെല്ലാം കൂടെ എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമ്മൾ നിർത്താമെന്നല്ലേ തീരുമാനിച്ചെന്ന്. നീയാണോ തീരുമാനിക്കുന്നത്? ആദ്യത്തെ ചോദ്യം എന്നോട്. എല്ലാം ഒരു സദസ് പോലെ ഒരു 10-15 പേര് ഇരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു കനത്തിൽ എന്നോട് ചോദിച്ച ചോദ്യമാണ്, നീയാണോ അത് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം എന്റെ ഒരു ഡിഗ്നിറ്റി അവിടെ അത് ബാധിച്ചു എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടോ ഭാര്യ ആയതുകൊണ്ടോ എന്നെ എന്തും പറയാം എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു നമുക്ക് റൈറ്റ് ഉണ്ടെങ്കിൽ, പക്ഷെ ആ റൈറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം ഈ കുടുംബമൊക്കെ ഇങ്ങനെ ശിഥിലമായി പോകുന്ന ഒരു സംഗതി നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മളതുകൊണ്ട് ലേഡീസ് ആയതുകൊണ്ട് നമ്മൾ കുറെയൊക്കെ ഞങ്ങളുടെ B.Ed കുട്ടികളെയൊക്കെ ഞങ്ങൾ കുറച്ച് ഏറ്റവും അവസാനം ഈ വിമൻസ് ഡേ ഒക്കെ വരുമ്പോഴും ഏറ്റവും അവസാനം ഞങ്ങൾ അവരോട് പറയുന്നത് കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിയണം തന്നെയാണ് അവരോട് ഉപദേശിച്ച് വിടുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റൈറ്റുകൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് the weak can become strong എന്നുള്ള. weak persons can become strong. അവർക്ക് നല്ല സ്ട്രോങ് ആകാനും പറ്റും. the strong can become just. അവർക്ക് വാക്കുകൾ വരുന്നില്ല, ജസ്റ്റ് ആയിട്ട് അവർക്ക് പിന്നെ നിൽക്കാനും പറ്റും. അത് ഈ നിയമങ്ങൾ അറിയുന്നോണ്ടുള്ള ഒരു കാര്യമാണ്. ഒന്നും അറിയാൻ വയ്യാമെങ്കിൽ പിന്നെ നമുക്കൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ നല്ലതാണ്. ഞാൻ സെന്റ് തോമസുകാര് അവിടുത്തെ പ്രിൻസിപ്പലിനെ അഭിനന്ദിച്ച് അതുകൊണ്ട് തന്നെയാണ്. മറ്റു കോളേജുകളിൽ ഞാനും ഒരു 10-30 വർഷം കോളേജുകളിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ ഇങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഒന്നും ഇതുപോലെ വിപുലമായി നടത്തിയിട്ടില്ല. വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവര് വളരെ വിപുലമായിട്ട് ഒരുപാട് നല്ല അധ്യാപകര്, ഞങ്ങളൊക്കെ നിരന്നിരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. അങ്ങനെ അത്രയും ഇതായിട്ട് ആ കോളേജുകാർ നടത്തി എന്നുള്ളത് അവസാനം ഞാൻ പ്രിൻസിപ്പലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഡോക്ടർ ജിബി അവിടെ അനുമോദിച്ചു. ഒരു പിന്നെ ഞങ്ങളുടെ വാലന്ററി ഫംഗ്ഷനില് അങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു തനുജ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അതൊരു അവയർനെസ് എല്ലാവർക്കും കിട്ടുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. സാറോടെ അടുത്തില്ലേ? അടി പറ്റുമോ രാത്രി? ഞാൻ മോളി വന്നിരിക്കുവാണ്. ശരി ശരി, ഓക്കെ. ഗീത മാം, ആചാര്യ സാർ, സുശീലൻ സാറ്, പെറുക്കട ഗീത മാം, എല്ലാരും ഒന്ന് പറയൂ. ജിബി ടീച്ചർ, ആശ മാം, എല്ലാരും ഒന്ന് പറയൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പേര്. ധനുജ, കൺഗ്രാറ്റുലേഷൻസ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ധനുജ പറഞ്ഞു. കുറേയേറെ കേസുകൾ, എനിക്ക് തോന്നുന്നൊരു ലോ സ്റ്റുഡന്റ് ഇവിടെ വന്നിരുന്നാൽ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് കേസുകൾ
പറഞ്ഞിട്ടുണ്ട്. പിന്നെ വത്സല ടീച്ചർ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാണ്. ആദ്യം തിരിച്ചറിവാ, എന്റെ റൈറ്റിന്റെ വയലേഷൻ ആണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞാൽ ഇത് എന്റെ റൈറ്റിന്റെ ഒരു വയലേഷൻ ആണ് നമ്മൾ തിരിച്ചറിയത്തില്ല. അതുപോലെ കോടതിയുടെ ഫ്രണ്ടില് അല്ലെങ്കിൽ ജന ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അത് നമ്മുടെ എല്ലാവരുടെയും റൈറ്റിന്റെ വയലേഷൻ ആണെന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് കയ്യിൽ നിന്ന് പോവുകയാണ്, അറിയുന്നില്ല. അതാണ് ആദ്യത്തെ കാര്യം. ഞങ്ങൾ എത്രയോ പേര്, ഞങ്ങൾ എല്ലാവരും അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോവാ. ഞങ്ങളുടെ വഞ്ചിയൂരിന്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു വലിയ പാർട്ടിയുടെ ഒരു സംഭവം കെട്ടി. ഞങ്ങളെല്ലാം അത് കണ്ടിട്ട് ഇവിടെ എന്താ നടക്കുന്നത് ഇത്രയൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോകും. ആ ആദ്യത്തെ സ്റ്റേജില് നമ്മൾ അടിപതറി പോവാ, തിരിച്ചറിയുന്നില്ല പലപ്പോഴും. നമ്മളെല്ലാം ഒരു ആറ്റുവഞ്ചി കൂനന്റെ പുറത്ത് എന്ത് കണ്ടാലും നമ്മളെ ബാധിക്കത്തില്ലെങ്കിൽ, നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ, ഈ പൊട്ടാസ്യം സൈനൈഡും മയണൈസും കൊടുത്താൽ നമ്മൾ ഏതാണ് ആദ്യം തിരസ്കരിക്കുന്നത്? പൊട്ടാസ്യം സൈനൈഡ് അങ്ങ് തിരസ്കരിക്കും, മയണൈസ് വാങ്ങിക്കഴിക്കും. കാരണം നമുക്കറിയാം പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ പെട്ടെന്ന് ചത്തുപോകും, മയണൈസ് കഴിച്ചാൽ പതുക്കെ പതുക്കെ ചാവുള്ളൂ. മയണൈസോ അങ്ങനത്തെ പെപ്സിയോ കൊക്കോക്കോളയോ അതുപോലെ പതുക്കെ നമ്മളെ ഏശുന്ന കാര്യങ്ങളൊന്നും നമ്മള് ഒരിക്കലും അതിനെ റിയാക്ട് ചെയ്യാറില്ല. ടീച്ചർ പറഞ്ഞ ആദ്യത്തെ കാര്യത്തില് നമുക്ക് ഇത് എന്റെയോ എന്റെ കൂടെയുള്ളവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ വയലേഷൻ ആണ്, റൈറ്റിന്റെ വയലേഷൻ ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതിന് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും. പിന്നെ അങ്ങോട്ട് ടീച്ചർ പറഞ്ഞ കാര്യമൊക്കെ നമ്മുടെ ടാക്ടിക്സ് ആണ്. നിർത്തടി നിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ റിയാക്ട് ചെയ്യണമെന്നും അങ്ങനെ റീഫ്രെയിം ചെയ്യണമെന്നൊക്കെ അത് നമ്മുടെ ടാക്ടിക്സ് അനുസരിച്ചിരിക്കും. നന്നായിട്ട് ഷൗട്ട് ചെയ്ത് പറയണമെങ്കിൽ അങ്ങനെ, അല്ലാതെ മയത്തില് അല്ലെങ്കിൽ അതൊരു തമാശയായിട്ട്, അതൊക്കെ നമ്മുടെ ടാക്ടിക്സ് പോലെ ഇരിക്കും. ഒരു ടാക്ടിക്സ് ഓഫ് എ ക്രോസ് കൺട്രി റണ്ണർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കുടുംബജീവിതത്തിൽ. അതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാം നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം, പക്ഷെ അതിൻ്റെതായിട്ടുള്ള തനതായ ടാക്ടിക്സ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അത് അവർക്കും മനസ്സിലാവും, കുടുംബ ബന്ധങ്ങൾ തകരാറിലാകാതെ പോവുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ധനുജ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് വത്സല ടീച്ചർ ഒക്കെ നന്നായിട്ട് പറഞ്ഞു. ഒരു നല്ല അവയർനെസ് ക്ലാസ് ആയിരുന്നു ഇത്. താങ്ക് യു. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ധനു ആസ് യൂഷ്വൽ ധനുജ ഏറ്റവും നന്നായിട്ട് നല്ലോണം അഭിരാമി ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ പറഞ്ഞു, നല്ല ക്രോഡീകരിച്ച് അതിന്റെ രീതിയിൽ പറഞ്ഞു. പിന്നെ നമുക്കത് നമ്മുടെ പഠിച്ചതെല്ലാം നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ പറ്റി അല്ലേ ഡോക്ടർ ജിബി? നമുക്കത് ഓർത്ത് അതൊരു കാര്യം. പിന്നെ രണ്ടാമത് വത്സല ടീച്ചർ അതിൽ കൂടെ കൂട്ടിച്ചേർത്തത് അതും വളരെ ഭംഗിയായിരുന്നു, അതും ആപ്റ്റ് ആയിരുന്നു. ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ടീച്ചർ പറഞ്ഞു. പിന്നെ ഈ റെക്കഗ്നൈസ് എന്ന് പറയുന്നതിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപക്ഷെ റെക്കഗ്നൈസ് ചെയ്താലും നമ്മൾ അതിലൊന്നും ബോധേഡ് അല്ല, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഈ ഡോക്ടർ ജിബി പറഞ്ഞതുപോലെ അത് നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലോട്ടാണ് നമ്മുടെ ഈ പോക്ക്. അത് മാറണം. ഇങ്ങനെയുള്ള കൂടുതൽ നമ്മൾ ഈ ക്ലാസ് അവയർനെസ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും അടുത്ത തലമുറയെങ്കിലും അതിൽ കുറച്ചും കൂടെ ഇതാവും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ തീരെ ഇതിലൊന്നും ഒരു ഇതും ഇല്ലാത്ത, അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ട് അവരുടേതായ ഒരു ലോകത്ത് മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു ഇതിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്രയും നല്ല ഒരു ടീമിൽ എനിക്കും കൂടെ ചേരാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഇനിയുമുള്ള ക്ലാസ്സുകൾ ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, ഇതൊരിക്കലും നിർത്തണ്ട എന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഗീത മാം. ഹലോ. മാം. ധനുജയ്ക്ക് എന്നെ അറിയാമോന്നറിയില്ല. നമ്മൾ അന്ന് ശ്രീവരാഹത്ത് കണ്ടിരുന്നു, ഒരു ദിവസമേ കണ്ടുള്ളൂ. ഓർമ്മയുണ്ട് മാം. ഓർമ്മയുണ്ട്. ജിബിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു അന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ രണ്ടുപേരും LLBക്ക് ഒരുമിച്ച് പഠിക്കുന്നു എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. വളരെ നന്നായിരുന്നു, നല്ലൊരു ക്ലാസ് എടുത്തു. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നു കാണുന്നു എന്നുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ ഓരോ ക്ലാസ്സുകളും റൂളുകളും ഒക്കെ ഉണ്ട്. ഓരോരോ കാര്യങ്ങള് ഇന്ന വകുപ്പ് അനുസരിച്ചാണെന്ന് ഒക്കെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മള് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. പല സ്ഥലത്തും നമ്മൾ ഒതുങ്ങിപ്പോകുന്നു. ഇപ്പൊ വത്സൽ ടീച്ചർ പറഞ്ഞതുപോലെ ആണെങ്കിലും ഓരോരുത്തരുടെയും ജീവിതത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. എപ്പോഴും പിന്നെ ഒരു
വീട്ടിൽ ഒരു പുരുഷനും സ്ത്രീയും ഉള്ളപ്പോൾ ഒരു മെയിൽ ഷോവനിസം എപ്പോഴും വരുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും. അത് എല്ലാ കാര്യത്തിനും വരുന്നുണ്ട്. അത് പക്ഷെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മളതങ്ങ് ഭാര്യയും ഭർത്താവും അല്ലേ, കുട്ടികളായി പോയില്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മളതങ്ങ് ഒതുക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ഒതുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ ഒരു ഏജ് ആ ഒരു രീതിയിൽ ഒതുങ്ങി ഒരു വീട്ടിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ കുട്ടികളായി പോയില്ലേ ഇനി എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അമ്മമാര് ഒതുങ്ങി ജീവിച്ച് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല. കുട്ടികളെല്ലാവരും, എനിക്കറിയാവുന്ന പല പെൺകുട്ടികളും കേട്ടിട്ടുണ്ട്, ഇപ്പൊ നിങ്ങളൊക്കെ സഹിക്കുന്നത് പോലെ ഞാൻ സഹിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സഹിക്കണമെന്നില്ല. തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ജോലി ഉണ്ടാവും എനിക്ക്, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ ജീവിക്കും എന്നുള്ളതാണ് അവര് കുട്ടികൾ പറയുന്നത്. അപ്പൊ ഇന്നലെ അതുപോലെ ഞാനും ടീച്ചറിന്റെ പോലെ തന്നെ പിന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാനും ടീച്ചറും ഒക്കെ രാവിലെ ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് അത്യാവശ്യം വേറൊരു കാര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പോയതാണ്. അപ്പോ അച്യുത് ശങ്കർ സാറ് പ്രസംഗിച്ചപ്പോ പറയുകയായിരുന്നു, നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു കാര്യം ഒട്ടും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്റെ ഒരു കാര്യം നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഭാവിയിൽ ഇപ്പൊ AI ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ AI-യുടെ ഭാഗത്തുനിന്ന് AI വന്നു കഴിയുമ്പോ നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാല് ഇപ്പോഴുണ്ടാകുന്നതിന്റെ ഇരട്ടിയായി അല്ലെങ്കിൽ 100 ഇരട്ടിയായി വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വരും എന്നുള്ളത് സാറ് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാല്. പിന്നെ ഓരോ ഇന്നലത്തെ ക്ലാസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു അവയർനെസ് ക്ലാസ് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാല് പിന്നെ തനുജയും തന്നത്. താങ്ക്സ് തനുജ. ഞങ്ങളൊക്കെ എഡ്യൂക്കേഷനിലൊക്കെ PhD ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഈ വകുപ്പുകളൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സിലൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ സീറോയാണ്. ഒരു കാര്യവും നമുക്ക് അറിഞ്ഞൂടാ എന്നുള്ളതാണ്. അപ്പോ നിങ്ങളൊക്കെ വക്കീലായി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയി ഇനി അതിന് മുകളിലുള്ള ആളുകളായിട്ട് ജിവിയും ധനുജയും ഒക്കെ വന്നു കഴിയുമ്പോഴെങ്കിലും പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളെ ഒന്ന് മുൻപോട്ട് വരാനും അവർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഈ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, പ്രൊട്ടക്ട് എന്നല്ല, തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഭാഗത്തുനിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പിന്നെ എന്താണ് ഒരു ശക്തി സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി അധികം കാലം നമുക്ക് കൂടുതലായിട്ട് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാനും ഒന്നും ഇല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ചെറിയ കുട്ടികള്, പിന്നെ ജിബി ആണെങ്കിലും ഇനിയും ഒരുപാട് നാള് ഇതില് ഈ ഒരു ലെവലിൽ പോകാൻ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ പോയിട്ട് എല്ലാവർക്കും, നമ്മുടെ പുതിയ ജനറേഷന്, യങ് ജനറേഷന് ഈ കാര്യങ്ങളെല്ലാം അവെയർ കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. വളരെ നല്ലൊരു ക്ലാസ്. നമ്മൾ ഇന്ന് ക്ലാസ്സുകള് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ 2-2.5-3 വർഷമായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. വളരെ നല്ല ക്ലാസ്സുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓരോ ഈ റിസോഴ്സ് പേഴ്സണെ ഒപ്പിച്ചെടുക്കാൻ തന്നെ നമ്മൾ വളരെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. ഇത്രയും നാളെ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായിരുന്നു ക്ലാസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ദിവസമായി. അപ്പോ അതിന് റിസോഴ്സ് പേഴ്സൺസ് ഇപ്പൊ തന്നെ ഒരുപാട് ധാരാളം റിസോഴ്സ് പേഴ്സൺസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിക്കുകയായിരുന്നു ഇതിനൊരു റെസ്റ്റ് കൊടുക്കണം എന്ന്. ശരിക്കും ഒരു 6 മാസമെങ്കിലും ഇനിയിപ്പോ നമ്മുടെ ഈ ബുധനാഴ്ചത്തെ ക്ലാസ്സുകൾ
ബാക്കിയുള്ളവർക്ക് എല്ലാവരും പല സംഗതികളിൽ വ്യാപൃതരായി ഫുള്ളായിട്ട് ഒരു ദിവസം മുഴുവൻ മറ്റു ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഇപ്പോ ഇതിന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ അന്നൊക്കെ ആണെങ്കിൽ 25-30 പേരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കയറുന്നവരുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് അത് കുറഞ്ഞു ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് 6 മാസമൊക്കെ ഞങ്ങളൊരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ ക്ലാസ് തനൂജയുടേതായതുകൊണ്ട് ഞങ്ങൾക്കത് കേൾക്കണമെന്ന് വളരെ അത്യാവശ്യമാണെന്ന്, അല്ലെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് ഞങ്ങള് എനിക്ക് തോന്നുന്ന അവസാനത്തെ ക്ലാസ് ആണ് ഇപ്പോ. അത് ചിലപ്പോ ശർമിള പറയുമായിരിക്കും, ഈ വിൻഡ് ലിബറേഷൻ എന്നുള്ള ഗ്രൂപ്പ് ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത് തീരുമാനിക്കുകയാണ് ഞങ്ങള്. ഏതായാലും ഈ ഒരു ടേമിലെ അവസാനത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. തനുജയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു. പിന്നെ ജേക്കബ് മാത്യു സാർ പോലും കയറിയില്ല ഇന്നേ. ജേക്കബ് മാത്യു സാർ പോലും കയറിയില്ല എന്നുള്ളതാണ്. സാർ എന്നും പ്രസിഡൻഷ്യൽ അഡ്രസ് പറയുന്ന ഒരു വ്യക്തിയാണ്. സാറും കയറിയില്ല. അപ്പൊ നമ്മൾ ഈ ആളുകൾ കയറാത്തോണ്ടാണ് നമുക്കൊരു വിഷമം. കുറച്ചുപേര് ഏതായാലും നല്ലൊരു റിസോഴ്സ് പേഴ്സണെ വിളിക്കുമ്പം കുറച്ചുപേര് അത് കേൾക്കുക, അതും ഒരു താല്പര്യമാണ്. അല്ലാതെ കുറച്ചുപേര് 4-5 പേര് കേട്ടു എന്നുള്ളതല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ തനുജ, ഇന്നലെ ഒരു അഡ്വക്കേറ്റ് അവിടെ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അനിൽ പ്രസാദ് എന്നാണെന്ന് തോന്നുന്നു അല്ലെ, ജിബിയുടെ സാറെന്നെന്തോ പറഞ്ഞ പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ്. നമ്മൾ വിചാരിക്കുന്ന ആരെ ഊനെയാന്ന്, അവര് കേസ് എടുത്തു എന്നൊക്കെ പറയും, സ്വമേധയാ കേസ് എടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ എന്തോ നമുക്ക് വലിയൊരു സന്തോഷം പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെങ്കിലും കേസ് എടുത്തല്ലോ എന്ന് തോന്നും. അപ്പൊ അദ്ദേഹം പറയാ, ഇപ്പം ആ ഒരു സ്ത്രീ മരിച്ചെടുത്ത് കുഴി മൂടാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കേസ് എടുത്തപ്പോ അവിടെ 3 സ്ലാബ് ഇട്ട് ആ കുഴി മൂടിക്കാണും. അടുത്ത കുഴി അവിടെ കിടക്കുകയാണ്. അത് വീണ്ടും ഒരാൾ ചാകുമ്പോഴേ അത് മൂടാൻ പറയുള്ളൂ. അത്രേ ഉള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ വിലയും അദ്ദേഹം എടുത്തു പറയണ്ടേ. നല്ലൊരു ക്ലാസ് ആയിരുന്നു അഡ്വക്കേറ്റ് എടുത്തത്. ജിബി ചേച്ചി പറഞ്ഞായിരുന്നു. ഇപ്പോ ഗീത മാം പറഞ്ഞത് ഒരു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ മാം. ഇനിയും നമുക്ക് സത്യം പറഞ്ഞാല് ഞങ്ങൾ ഈ LLB പ്രൊഫഷനിൽ വന്നത് തന്നെ എന്റെ ഉദ്ദേശവും ഇപ്പോ എന്റെ കൂടെയുള്ള ജിബി ചേച്ചി ആയാലും ആശ ചേച്ചി ആയാലും വി ഇന്റന്റ് ടു ഡു എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഫോർ ദ ഡിസേർവിംഗ് പീപ്പിൾ. ഫ്രീ ലീഗൽ എയ്ഡ് ആയാലും കുറെ നല്ല കാര്യങ്ങൾ ഈ പ്രൊഫഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞ 2-3 പേര് പറഞ്ഞു, വത്സല മാമും പറഞ്ഞിരുന്നു, ഇപ്പൊ ഗീത മാമും പറഞ്ഞു, ജിബി ചേച്ചി ആയാലും ആശ ചേച്ചി ആയാലും ഞങ്ങളുടെ മനസ്സിലുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിസേർവിംഗ് പീപ്പിളിന്, മെയിൻലി വിമൻ ആൻഡ് ചിൽഡ്രൻ ഫോക്കസ് കൊടുത്ത് അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് ആയാലും അവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ് ഈ പ്രൊഫഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ മോട്ടീവ്സ് ഒക്കെ പിന്നീടാണ്. അങ്ങനെയാണ് ഈ പ്രൊഫഷനിൽ ഞങ്ങൾ വന്നത്. പിന്നെ ഇപ്പൊ വത്സല മാം പറഞ്ഞത് എന്താ ഹ്യൂമൻ റൈറ്റ്സിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല. ഞാന് 2 years ബിഫോർ ഞങ്ങളുടെ ഈ കിംസ് റോഡില് പൊളിഞ്ഞു കിടക്കുന്ന 5 years ആയിട്ട് പൊളിഞ്ഞു കിടക്കുമായിരുന്നു. അതിൽ കുറെ ആക്സിഡന്റ്സ് സംഭവിച്ചു. ഈ വെള്ളം കയറിയിട്ട് ഒരാഴ്ച വരെ മോളൊക്കെ സ്കൂളിൽ പോവാതെ ഇരുന്നിട്ടുണ്ട്. അതായത് വെള്ളം കയറുമ്പോഴത്തേക്കും ഇവിടത്തെ ഈ കിംസ് റോഡ് അറിയാലോ, ഇവിടെ പാമ്പുകളുടെ ഒരു ബഹളമുള്ള ഒരു സംഭവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സിറ്റി ആണെങ്കിലും കാട് ഉള്ള പുലയനാർക്കോട്ടയൊക്കെ അടുത്തല്ലേ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന, അപ്പം പാമ്പ് വരെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടത്തെ പിള്ളേരാരും തന്നെ സ്കൂളിൽ ഒരാഴ്ച വരെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ റോഡ് ഉപരോധിച്ചു. അതിന് ഹെഡ് ചെയ്തത് ഞാനാണ്. ഹെഡ് ചെയ്ത് ഞങ്ങളുടെ നെയ്ബറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൽ NHRCയിൽ പോയി എന്റെ പേർക്ക് റെപ്രസെന്റഡ് ബൈ ദ ഈ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ റെപ്രസെന്റ് ചെയ്തിട്ട് ധനുജ എന്നുള്ള പേരിൽ ഇപ്പൊ അവിടെ കേസ് കിടപ്പുണ്ട്. പക്ഷെ നോ ആക്ഷൻസ് ബീയിങ് ടേക്കൺ ടിൽ നൗ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പരാതി കൊടുത്താലും അത് ഇംപ്ലിമെന്റ് അവര് അതിന് കെയർ ചെയ്യുന്നില്ല. എത്ര പ്രാവശ്യമോ കോർപ്പറേഷനില് പരാതിയൊക്കെ കൊടുത്തു. എവറിത്തിങ് ഈസ് ഇൻ പേപ്പർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് സെൻസ്. അത് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ ഈ സിസ്റ്റം, ഗവൺമെന്റ് സിസ്റ്റം എന്ത് തന്നെ പറഞ്ഞാലും എല്ലാ സിസ്റ്റവും ഒന്ന് അഴിച്ചു പണിയേണ്ടിയിരിക്കുന്നു. അതിന്റെ കാലം അതിക്രമിച്ചു. അത്രേ ഇപ്പൊ പറയാനുള്ളൂ.
പിന്നെ ഇതുപോലെ ഒരുമിച്ച് സംഘടിപ്പിച്ച് അവയർനെസ് കൊടുക്കുക. എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ തന്നെ ഈ ഒരു പ്രൊഫഷനിൽ വന്നതിന് ശേഷമാണ് ഇതിന് ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് ഞങ്ങൾ തന്നെ പഠിക്കുന്നത് ഇപ്പോഴാണ്. അതും ക്ലാസ്, അതായത് ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പൊ തുടങ്ങിയപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സോ വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് അഭിരാമി മോളുടെ ഒരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റിനുള്ള പാട്ട് സമ്മാനിക്കുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി പ്ലീസ്. ഞാൻ ഒരു 5 മിനിറ്റും കൂടെ, 5 മിനിറ്റും കൂടെ. ഓക്കെ ടീച്ചറെ കേക്കാവോ? കേൾക്കാം കേൾക്കാം, പാടിക്കോളൂ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. ഒരു കാറ്റിൻ പൂങ്കവിൾ തഴുകും പ്രിയമാം സന്ദേശവുമണയും, ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. ഒരു കാറ്റിൻ പൂങ്കവിൾ തഴുകും പ്രിയമാം സന്ദേശവുമണയും, ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. പൂവിന്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നെന്നും നീ അറിയൂ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. താങ്ക് യു മോളെ, നന്നായിട്ട് പറഞ്ഞു. ശ്രീലക്ഷ്മി നമ്മുടെ കോളേജിലെ ബി എഡ് സ്റ്റുഡന്റ് ആണ്. ശ്രീലക്ഷ്മി നല്ല തിരക്കാണ് എങ്കിലും വന്നു. ഏറ്റവും നല്ലൊരു പാട്ട് തന്നെ സമ്മാനിച്ചിട്ട് പോവുകയാണ്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളത്തെ പരീക്ഷയ്ക്ക്, അടുത്ത പരീക്ഷയ്ക്കല്ല. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ അഭിരാമി മോളുടെ പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് ഔട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകുന്നതല്ലേ നല്ലത്. ഓക്കെ മോളു, പാടിക്കോളൂ. താങ്ക് യു ശ്രീലക്ഷ്മി. പാടിക്കോ മോളെ. എന്തോ ശ്രീരാഗമോ? നല്ല പാട്ടാ, പാട് നല്ല പാട്ടാ. ഓൾ ദ ബെസ്റ്റ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ, സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ ഭൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു
గమ పద నీ ద పమ గరి గమ పద ని సరి మ గరి సని ద పమ గరి గమ పద సరి గమ పని సరి గమ పక్కల సరి గమ ప దని ద పద దని గరి ని ద మగరి సరి గమ రి గమ ప గమ పద మ పద ని గరి రి ద సాని ని ద ద పగరి రి ద సాని ని ద ద పగరి రి ద సాని ని ద ద పగరి సాని ద సరి గమ పరి గమ పద గమ పద ని గరి సాని ద రి సాని ద ప సాని ద పద రి గమ పద సరి గమ పని సరి గమ పక్కల പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതിത്തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളെ കോമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്ങനി വീട്ടുവാൻ ഇനിയും ഈ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാലമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. താങ്ക് യു. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു സൂപ്പർ സൂപ്പർ, അടിപൊളി കേട്ടോ. യു ആർ വെരി ലക്കി. നമുക്ക് ഇതുപോലെ ഒരു കൊച്ചുമോളുണ്ട്, നമ്മുടെ ഗീതാ മാമിന്റെ കൊച്ചുമോളുണ്ട്, നല്ലോണം പാടുമായിരുന്നു അദ്വൈത. നമ്മുടെ ആ ഒരു കുഞ്ഞു മക്കളുടെ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കിയായിട്ട് വന്നൊരു മോളാണ് അദ്വൈത. നല്ലോണം. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് ഒരുപാട് പാടാനുള്ള ചാൻസുകൾ കൊടുത്തു. അവരൊന്നും പണ്ട് സ്റ്റേജിലൊന്നും കയറിയിട്ടില്ലാത്ത ആൾക്കാരാ, ഭയങ്കര പേടിയുള്ള ആൾക്കാരാ, മൈക്ക് പോലും തൊടാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരുപാട് പാട്ട് പാടാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു. ആ ഒരു റെസ്പോൺസ് അവർക്ക് ഭയങ്കര പോസിറ്റീവായി മാറിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഗട്സ്, അവർക്ക് ഒരു കോൺഫിഡൻസ് തന്നെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. സത്യത്തില് ഏറ്റവും നല്ലൊരു അവയർനെസ് പ്രോഗ്രാമും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്. പക്ഷെ നേരത്തെ ഗീതാ മാം ഒക്കെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് പേരെ ജോയിൻ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒറ്റ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു വിഷമം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ യെസ് മാം കേൾക്കാമോ എന്നെ? കേൾക്കാം. പിന്നെ ഞാൻ ഗിരിജയുടെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് 2-3 പാട്ട് പാടി അയച്ചു തരണമെന്ന് കേട്ടോ. അപ്പൊ അവള് കുറച്ചു നാളായിട്ട് കിടപ്പാണല്ലോ. അപ്പൊ അവൾ ഇന്ന് എനിക്ക് പാട്ട് പാടി അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് കേൾപ്പിക്കട്ടെ ഒരെണ്ണം. സുഖമില്ലാതിരിക്കുകയായിരുന്നു, അനിയത്തിയാണ്. ജിബിക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പാട്ട്. ടീച്ചർ പാട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലെ തന്നെ ഗാന ഗോകുലമായിരുന്നു, ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് മിക്ക ദിവസം. പക്ഷെ കുറച്ച് കൊച്ചുമോടിയും കേട്ടിട്ടുണ്ട്, കന്നഡ പാട്ടോ തെലുങ്ക് പാട്ടോ ഒക്കെ. ഇതൊന്ന് ഇന്ന് നമ്മള് നിർത്തുവാണിത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ടീച്ചറെ ഒരു പാട്ട് കേൾപ്പിക്കട്ടെ? തീർച്ചയായിട്ടും. എത്രത്തോളം വോളിയം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കുകയാണേ. നോക്കാം. മാം അത് നമുക്ക് ഔട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞിട്ട് ചെയ്താലോ? കേൾക്കുന്നോ? ഇല്ല ടീച്ചറെ, ഔട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞിട്ട് ചെയ്താലോ? ടീച്ചറെ
നമ്മുടെ ഗ്രൂപ്പിൽ ഇടുവോ ടീച്ചറെ? ഗ്രൂപ്പിൽ ഇട്ടാ മതി ടീച്ചറെ, ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട്. ഗ്രൂപ്പിലിട്ടേക്കാം. ഓക്കെ, പറഞ്ഞോളൂ. നല്ല വോട്ട്. ഇല്ലല്ലോ, കിട്ടുന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ മാം. ആ വരുന്നില്ല കേട്ടോ, സൗണ്ട് ഇല്ല. ഇല്ല. അപ്പൊ മതി, ഞാൻ ഇട്ടേക്കാം. അതിലിട്ടാ മതി മാം. ഓക്കെ ഓക്കെ, അപ്പോ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിലും ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. കാരണം സുശീലൻ സാറും ആചാര്യ സാറ് തന്നെ ലെഫ്റ്റ് ആയിരിക്കുകയാണ്. മറ്റുള്ളവരും കൂടി ഇനി ലെഫ്റ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് അതിലേക്ക് പോകാം. ഏറ്റവും ബഹുമാന്യായ നമ്മുടെ അഡ്വക്കേറ്റ് ധനുജ മാം, ജിബി ടീച്ചർ, ദെൻ ഗീത മാം, വത്സല മാം, പേരക്കുട ഗീത മാം, സുശീലൻ സാർ, ദെൻ ലിബ്രാൻ, അത്രയും പേരെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ളൂ. അപ്പോ നേരത്തെ നമ്മൾ ഫീഡ്ബാക്കിലൂടെ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ധനുജ മാഡത്തിന്റെ ക്ലാസ് വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. ആസ് എ ലോയർ, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ആ ഒരു ലീഗൽ സൈഡ് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂടെ ഒരുപാട് പോയിന്റുകളും വത്സല മാമും ഗീത മാമും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2024 തീം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ധനുജ മാം പറഞ്ഞു. അപ്പൊ ഈ ദിനം സാധാരണ എല്ലാ വർഷവും ഡിസംബർ 10 ആകുമ്പോഴേക്കും ഒരു എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞാലൊന്നും അറിയുന്നില്ല, ഇവിടുത്തെ മനുഷ്യരുടെ ഇനിക്വാളിറ്റി അറിയുന്നില്ല, അവരുടെ ഡിസ്ക്രിമിനേഷൻ അറിയുന്നില്ല, അവരുടെ ഒരു കാര്യങ്ങളും അറിയുന്നില്ല, അവർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട് എന്നുള്ളത് അറിയുന്നില്ല. ആ അവകാശങ്ങൾ, ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെയുള്ള അവകാശങ്ങൾ എന്ത് പരിഹാരം നമുക്ക് നേടിത്തരണം എന്നുള്ള കാര്യം, അതിന്റെ ഒരു സൊല്യൂഷനെ കുറിച്ച് അറിയുന്നില്ല, അതിന്റെ ഒരു പ്രതിരോധത്തെ കുറിച്ച് അറിയുന്നില്ല, അതിന്റെ സംരക്ഷണത്തെ കുറിച്ച് അറിയുന്നില്ല, അല്ലേ? അതിന് എന്ത് പരിവർത്തന ശക്തി ഉണ്ട് എന്നറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഹ്യൂമൻ റൈറ്റ്സിന്റെ ഓഫീസിൽ പോയി ഒരു കംപ്ലൈന്റ് ചെയ്താൽ പോലും അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ധന്യ മാമും ജിബി ടീച്ചറും മറ്റേ ആശാ മാമും ഒക്കെ ഏറ്റവും കൂടുതൽ സൊസൈറ്റിക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്താൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികളാണ്. നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ തന്നെ നമുക്കിപ്പോ ഇതുപോലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ളവര്, ഡിസേർവിങ് ആയിട്ടുള്ളവര്, പിന്നെ വിമൻസ് ആൻഡ് ചിൽഡ്രൻ, അവരുടെയൊക്കെ റൈറ്റ്സ് എന്താണെന്ന് നോക്കി അവർക്ക് നേടിക്കൊടുക്കാൻ കഴിയുന്ന എന്ത് കാര്യവും നമുക്ക് നേടിക്കൊടുക്കാൻ ഒരു ഗ്രൂപ്പായിട്ട് നിന്നാല് നമുക്ക് കഴിയും എന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ധനുജ മാമിന്റെയും ജിബി ടീച്ചറിന്റെ ഒക്കെ സംസാരം കേട്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്താലോ ഒന്ന് ആലോചിച്ച് നോക്കും മാം. നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, ഹസ്ബൻഡ് ഇല്ല, മക്കളില്ല, ഒരാള് വന്നാല് നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെ കഴിയും, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ. ഒരു ഓർഫൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് സംരക്ഷണം നൽകാൻ കഴിയും എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്ന, എനിക്കിപ്പോ എന്റെ ആഗ്രഹങ്ങൾ എന്റെ വത്സല മാമിനും ഗീത മാമിനും ഒക്കെ അറിയാവുന്നതാണ്. ഒരു ഓൾഡ് ഏജ് ഹോം വേണം, ആ ഓൾഡ് ഏജ് ഹോമിനോട് ചേർന്ന് തന്നെ ഒരു ഓർഫനേജും വേണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ് എനിക്കുള്ളത്. എന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഒരു ഓൾഡ് ഏജ് ഹോം വന്നു കഴിഞ്ഞാല് പിന്നെ അവിടെ എന്താണ് ആ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുഞ്ഞു മക്കളെ ഒന്നും താലോലിക്കാനേ കഴിയുന്നില്ല, അവരുടെ മക്കളെ കിട്ടുന്നില്ല, അവരുടെ മക്കളെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഓർഫനേജും കൂടെ ഒക്കെ ആക്കി കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കൾ, പാവപ്പെട്ട മക്കളാ വരുന്ന, ഈ മക്കളെ താലോലിക്കാൻ ഈ അപ്പൂപ്പന്മാർക്കും അമ്മമ്മമാർക്കും കഴിയും. ഈ അപ്പൂപ്പന്മാരുടെയും അമ്മമ്മമാരുടെയും സന്തോഷം ഈ മക്കളിലൂടെ നേടിയെടുക്കാനും കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കിങ്ങനെ ഒരുമിച്ച് നിന്നാല് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ, നമ്മൾ തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റിനെ സമീപിച്ചാലൊക്കെ അവരുടെയൊക്കെ സഹായങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്തുകൂടെ എന്നുള്ളതും കൂടി എന്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ പറയുകയാണ്.
അതുപോലെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സാർ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ അവകാശികൾ എല്ലാരും ഭൂമിയുടെ അവകാശികളാണ് അല്ലെ. ഇവിടുത്തെ മനുഷ്യൻ മാത്രമല്ല, ഇവിടുത്തെ മൃഗങ്ങൾ, ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങളും ഭൂമിക്ക് അവകാശിയാണ്. ഇത്രയും വലിയൊരു ലോകത്ത്, ഇത്രയും വലിയൊരു എന്താണ് ലാൻഡിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ലാൻഡിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സമുദ്രത്തില്, വാട്ടറിൽ തന്നെ ഉള്ളത്. പക്ഷെ ഈ ലാൻഡിലുള്ള ഈ മനുഷ്യരുടെ, ഈ പക്ഷി മൃഗാദികളുടെയൊക്കെ സ്വാതന്ത്ര്യം എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ സംസാരിച്ച നിങ്ങളുടെയൊക്കെ ആ സംസാരം കേട്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഇവിടെ മനുഷ്യന് മാത്രമല്ല അവകാശം വേണ്ടത്, ഇവിടുത്തെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ. പക്ഷെ എത്ര പേര് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ഇല്ലേ? നമ്മളെ പോലെ അവകാശം അവർക്ക് ഉണ്ട് എന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മേനക ഗാന്ധി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലേ? പട്ടിയെ കൊല്ലരുത്, ജീവജാലങ്ങളെ ഇങ്ങനെ കൊല്ലരുതെന്ന് പറഞ്ഞു. പക്ഷെ അവ മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുമ്പോഴാണ് അതിനെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു സെന്റർ ഒരുക്കണം. ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ പട്ടികളെ മെരുക്കാൻ വേണ്ടി വേറൊരു സെന്റർ. അത് മനുഷ്യന് ഉപദ്രവമായിട്ട് മാറുമ്പോഴായിരിക്കും അത് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ മനുഷ്യൻ തന്നെ മനുഷ്യന് ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ തന്നെ മനുഷ്യരെ കൊല്ലുന്നു, എന്തെല്ലാം ചെയ്യുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഇവിടെയെല്ലാം ഭൂമിയിൽ എല്ലാവർക്കും അവകാശം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ ഘോരഘോരം പ്രസംഗിച്ചാലും ഈ പ്രസംഗം കേട്ടിട്ട് നമ്മുടെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ അങ്ങനെയുള്ള ആൾക്കാരില്ല, അല്ലാതെ തന്നെ അവയർനെസ് പ്രോഗ്രാംസ് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങിയിട്ട് നമ്മുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മാം പറഞ്ഞതുപോലെ ഈ 5 hours അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്, അത് തന്നെ പ്രാവർത്തികമാക്കുന്ന എത്ര പേരുണ്ട്. നമ്മൾ സാധാരണ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 5 hours 4 hours ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള 5 hours എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ തന്നെയായിരുന്നു, ഇല്ലേ? ഇല്ല, നമ്മൾ വേറെ ആരെങ്കിലും ചിന്തിച്ചോ? ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, റിഫ്രെയിൻ ചെയ്യുക, റിയാക്ട് ചെയ്യുക, പിന്നെന്തോ പറഞ്ഞ റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ഭയങ്കര ഒരു നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്കത് തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ സ്പീച്ചിലൊക്കെ നമുക്കത് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പോയിന്റ് ആയിട്ട് തന്നെ എനിക്കത് കിട്ടി എന്നുള്ളതാണ്. ഇവിടെയെല്ലാം നമ്മൾ വംശവും നിറവും മതവും ലിംഗവും ഭാഷയും മറ്റുള്ള പദവികളും ഒന്നും നോക്കാതെ എല്ലാവർക്കും അവകാശമുണ്ട്, ഭൂമിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് തന്നെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം. നമ്മൾ അറിവുള്ളവർ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. ആ ഒരു ബോധവൽക്കരണത്തിലൂടെ എല്ലാ ജീവജാലങ്ങളും അല്ലെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത്, എന്താണ് ഇമോഷണലി മെന്റലി എല്ലാ രീതിയിലുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പരസ്പരം സ്നേഹത്തോടു കൂടി സഹവർത്തിത്വത്തോടു കൂടി തന്നെ ജീവിക്കാൻ ഈ ലോകത്ത് കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നേരത്തെ ഗീതാ മാം ഇസ്ലാം മാം പറഞ്ഞതുപോലെ നമ്മൾ കുറെ നാളായി ക്ലാസ് തുടങ്ങിയിട്ട്, കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇതിനൊരു എന്താണ് ഒരു കുറച്ച് സമയം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാന്നുള്ള ഒരു പ്ലാനിലൊക്കെയാണ്. പക്ഷെ ഇപ്പൊ നേരത്തെ ആശാ മാം പറഞ്ഞു എന്തായാലും ഇത് നിർത്തരുത്, അത്ര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. താണവന്നാചാര്യ സാർ പറഞ്ഞ് നിർത്തേ ചെയ്യരുത്. ജേക്കബ് സാറിനോട് സാറേ ഇത് നിർത്തല്ലേ സാറേ, വല്ലപ്പോഴും നമുക്ക് ഒരുമിച്ച് കാണാൻ കിട്ടുന്നതാണ്, അത്ര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്. എനിക്ക് സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, എന്നിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. നമ്മൾ എത്രത്തോളം വായിച്ചാലും കിട്ടാത്ത ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പേർക്ക് അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടി ഈ ഒരു ക്ലാസ്സിന് കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ, ഇപ്പൊ അഭിരാമി ആണെങ്കിലും മോളിപ്പം ഇതിൽ വന്നിട്ട് അവക്കൊരു പാട്ട് പാടാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവൾ ഏറ്റവും വലിയൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടെ 14,000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. അവിടെ നമ്പർ 1 ആയിട്ടിരിക്കുന്ന അഭിരാമിക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലും വന്നിട്ട് പാടാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അതേപോലെ കുറെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് ഒരുപാട് നല്ല ട്രെയിനിങ് കൊടുക്കാൻ, അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു സത്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഇതൊരു സൊസൈറ്റി ലിങ്ക്ഡ് പ്രോഗ്രാമാണ്, സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ നമ്പർ കുറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഇതെല്ലാം ഈ ധനുജ മാമിന്റെ ജിബി മാമിന്റെ ഒക്കെ മാറ്റങ്ങൾ കാണുമ്പോൾ ഞാൻ പണ്ടേ വിചാരിക്കുന്നത് LLB എനിക്ക് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ ചെയ്യാതിരിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങ് ചെയ്തോളാൻ അങ്ങ് തോന്നുന്നു. കാരണം നമുക്ക് നമ്മളെ അറിയാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ട് കയറി നിന്നുകൊണ്ട് ജഡ്ജിന്റെ അടുത്ത് സംസാരിക്കാനൊന്നും അല്ല, പാവങ്ങളെ സഹായിക്കാൻ, ആർക്കെങ്കിലും ഇങ്ങനെ ഇതേപോലെ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടാൻ വേണ്ടിയൊക്കെ സംസാരിക്കണമെന്ന് എനിക്കും ആഗ്രഹം തോന്നിപ്പോവുകയാണ്. അങ്ങനെ ഈ ഒരു ക്ലാസ്സിലൂടെ അങ്ങനെയും ഞാൻ മോട്ടിവേറ്റഡ് ആയി എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം ധനുജ മാമിനെ ഈ ക്ലാസ് എടുക്കാൻ കിട്ടിയത്. നമ്മുടെ ജിബി ടീച്ചർ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ധനുജ മാം. അന്ന് മോളുടെ ഒരു പാട്ട് കേട്ടു, ധനുജ മാമിന്റെ പാട്ട് കേട്ടു. ഇപ്പൊ ഇത്രയും സമയം ആയതുകൊണ്ട് ഞാൻ വീണ്ടും പാട്ട് പാടാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരാനും ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ നന്ദിയുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യ ലിബറേഷൻ ടീമിന്റെ ആ നന്ദി കടപ്പാട് എല്ലാം അറിയുകയാണ്. ഓക്കെ ജിബി മാം, വത്സല മാം, ഗീത മാം, ദെൻ ഗീത മാം, പേരുകട ഗീത മാം, സുശീലൻ സാറ്, നമ്മുടെ ലിബ്രാനാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിബ്രാൻ എക്സാം നടക്കുകയാണ്, അവൻ ഓണാക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ അത് കട്ടാക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്, എല്ലാവർക്കും നന്ദിയുണ്ട്. യെസ് ലിബ്രാൻ, താങ്ക് യു ലിബ്രാൻ, ഒരുപാട് താങ്ക്സ്. ഗീത മാമിനും വത്സല മാമിനും ഞാൻ അന്ന് ലിബ്രാനെ പരിചയപ്പെടുത്തി തന്നതാണ്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇനിയും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഇന്ന് ഇവിടെ പിരിയാം. ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. ധനുജ മാം, ജിബി മാം ഒക്കെ ഒന്ന് ആലോചിക്കുക, നമുക്കൊരു ഗ്രൂപ്പായിട്ട് നിന്ന് സൊസൈറ്റിക്ക് വേണ്ടുന്ന